ഏതൊരു അഭിനേതാവിനെ സംബന്ധിച്ചും ഒരേ സമയം വലിയ താരമായും വലിയ നടനായും അറിയപ്പെടുക എന്നുള്ളത് ഏറ്റവും വലിയ നേട്ടമാണ്. നമ്മൾക്കറിയാം, നമ്മുടെ രാജ്യത്ത് അങ്ങനെ മികച്ച താരമായും മികച്ച നടനായും ഒക്കെ നിൽക്കുന്ന ഒത്തിരി പേരുണ്ട്. അങ്ങനെ ഒരേ വർഷം തന്നെ ഏറ്റവും മികച്ച താരമായും ഏറ്റവും മികച്ച നടനായും ഒക്കെ അംഗീകരിക്കപ്പെടാൻ കഴിഞ്ഞ വളരെ കുറച്ച് അഭിനേതാക്കളേ ഉള്ളൂ. എന്നാൽ ഒന്നിലധികം വർഷങ്ങളിൽ ഇൻഡസ്ട്രിയിലെ ഏറ്റവും വലിയ താരമായും ഇൻഡസ്ട്രിയിലെ ഏറ്റവും മികച്ച നടനായും അംഗീകരിക്കപ്പെട്ട ചരിത്രം അധികം ആളുകൾക്കില്ല. അങ്ങനെയുള്ള ഒരേ ഒരാളാണ് ശ്രീ മോഹൻലാൽ. മോഹൻലാലിനെ സംബന്ധിച്ച് നമുക്ക് 2 വർഷങ്ങൾ, 1991 അതുപോലെ 2016, ഈ 2 വർഷങ്ങളിലും അദ്ദേഹം ദേശീയ അവാർഡ് നേടി, സംസ്ഥാന അവാർഡ് നേടി, ഇൻഡസ്ട്രി ഹിറ്റും ഇയർ ടോപ്പറും നേടി. 1991 കിലുക്കത്തിലൂടെ ഇൻഡസ്ട്രി ഹിറ്റ് നേടി. കിലുക്കം തന്നെയായിരുന്നു ആ വർഷത്തെ ഏറ്റവും വലിയ വിജയവും. അതേ വർഷം തന്നെ മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് നേടി. അതുപോലെ മികച്ച നടനുള്ള ദേശീയ അവാർഡും 91 ലാലേട്ടൻ ഭാരതത്തിലൂടെ നേടി. 2016 വന്നാൽ പുലിമുരുകൻ ഇൻഡസ്ട്രി ഹിറ്റായി, ഇയർ ടോപ്പറുമായി. അതേ വർഷം തന്നെ ആന്ധ്ര സംസ്ഥാന ചലച്ചിത്ര അവാർഡ് അദ്ദേഹം നേടി. ജനതാ ഗാരേജിലെ പ്രകടനത്തിന് ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ടറായി അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടു. 2016 തന്നെ ജനതാ ഗാരേജിലെയും പുലിമുരുകനിലെയും മുന്തിരിവള്ളികൾ തളിർക്കുമ്പോഴേയും പ്രകടനത്തിന് അദ്ദേഹത്തിന് ദേശീയ അവാർഡ് ലഭിച്ചു. സ്പെഷ്യൽ ജൂറി അവാർഡാണ് 2016 അദ്ദേഹത്തിന് ലഭിച്ചത്. ഇങ്ങനെ 2 വർഷങ്ങളിൽ ഈ നേട്ടം നേടിയ മറ്റൊരു അഭിനേതാവും ഇന്ത്യയിൽ ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. മോഹൻലാൽ നേടിയ ഈ നേട്ടം ഒരു പക്ഷേ ഇനി ആരും ആവർത്തിക്കാൻ സാധ്യതയില്ല. ഒരു വർഷമൊക്കെ ഒരു പക്ഷേ അങ്ങനെ ലഭിച്ചാലും 2 വർഷങ്ങളിലായി അത് ആവർത്തിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. മോഹൻലാലിന് മാത്രം സാധ്യമായ ഒരു കാര്യമാണ് ചരിത്രം പരിശോധിക്കുമ്പോൾ ഇത്.